ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ വീണ്ടും നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യും. വാസുദേവനെയും വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം വിഷയത്തിൽ കൂടുതൽ നടപടിയുമായി ദേവസ്വം വിജിലൻസും. ഉണ്ണികൃഷ്ണൻ പോറ്റി ദുരൂഹ വ്യക്തിത്വമെന്ന ദേവസ്വം ബോർഡ്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും ആവശ്യം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ശാലിനി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇനി തുടർ നടപടികൾ എപ്രകാരമായിരിക്കും? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കടുത്ത നടപടികളിലേക്ക് ദേവസ്വം വിജിലൻസ് കടക്കുകയാണ്. ഒപ്പം തന്നെ നടപടികൾ ശക്തമാക്കുകയും ചെയ്യുകയാണ്. പ്രധാനമായും ഈ അന്വേഷണം ആരംഭിച്ച അന്നു മുതൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ശബരിമലയിൽ നിന്നും സ്വർണം കൊണ്ടുപോയി സ്വർണത്തിലെ കുറവ്, പിന്നീട് അത് കൊണ്ടുവന്നു ചെമ്പായി എന്നൊക്കെയുള്ള വിവാദങ്ങൾ തുടരുന്നതിനിടയിൽ തന്നെയാണ് ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ സ്വർണം കൊണ്ടുപോയി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒടുവിൽ ഇത് സൂക്ഷിച്ചിരുന്ന വാസുദേവൻ അടക്കമുള്ളവരെയും അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഒരുങ്ങുന്നത്. പശ്ചാത്തലമടക്കം അന്വേഷിക്കണമെന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ദേവസ്വം വിജിലൻസ് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാസുദേവനെയും ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വീണ്ടും ചോദ്യം ചെയ്ത് എന്താണ് ഉണ്ടായത്, കാരണം എങ്ങനെയാണ് സ്ട്രോങ് റൂമിൽ നിന്നും മറ്റും സ്വർണം എത്തിയതും ഒപ്പം തന്നെ ഈ പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ ഇത്രയധികം സ്വർണത്തിന്റെ കുറവ് വന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ കരുതിക്കൂട്ടിയുള്ള എന്തെങ്കിലും ഇടപെടൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടോ? ഇയാൾക്ക് ശബരിമലയുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ്? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് കൊണ്ടുവന്നത് എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് ദേവസ്വം വിജിലൻസ് വീണ്ടും ഇരുവരെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്യവസായിയാണ്, ബിസിനസ് നടത്തുന്നു എന്നതിനപ്പുറം കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ആർക്കും തന്നെ ഇദ്ദേഹത്തെ പറ്റി അറിയില്ല. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വീടുണ്ടെങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരാറ് പോലുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ദ്വാരപാലക ശില്പവും അതുമായി ബന്ധപ്പെട്ട സ്വർണവും ഒക്കെ വെഞ്ഞാറമൂട്ടിലെ അടക്കം എത്തുകയും അത് പിന്നീട് അവിടെ നിന്ന് മാറ്റി സഹോദരിയുടെ വീട്ടിലെത്തുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. അത് എങ്ങനെയാണ് സംഭവിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം കളവ് പറഞ്ഞത്? അത് കാണാതെ പോയത് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് സംഭവിച്ചത് എങ്ങനെയാണ് എന്നുള്ള ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ദേവസ്വം വിജിലൻസ് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും മൊഴിയെടുക്കലേക്കും ഒക്കെ കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇരുവരും തമ്മിൽ, വാസുദേവനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങളും ഈ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. കൂടാതെ ഈ സംഭവത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞതിന് സമാനമാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്. അതായത് വലിയ രീതിയിലുള്ള ദുരൂഹത ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട്. ആ ദുരൂഹതകൾ നീങ്ങേണ്ടതായിട്ടുണ്ട്. ദുരൂഹ വ്യക്തിത്വമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പശ്ചാത്തലമടക്കം അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ ദേവസ്വം ബോർഡ് കൂടി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവും റിപ്പോർട്ടുമൊക്കെ ഉടൻ കോടതിയിലേക്കൊക്കെ എത്താനിരിക്കുന്ന സാഹചര്യം. ഹൈക്കോടതി നടക്കം രൂക്ഷ വിമർശനം ദേവസ്വം ബോർഡിനും സർക്കാരിനും ഏറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ശബരിമലയിൽ കാണിക്കയായി നൽകുന്ന സ്വർണ്ണമാണ്. അതിൽ ഇത്രയധികം ക്രമക്കേടുകൾ ഉണ്ടായതും അതിന്റെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാത്തതും അത് ആവിയായി പോയോ എന്നതടക്കമുള്ള വിമർശനങ്ങളും നിരീക്ഷണവും ഒക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് സ്വന്തം കൈ കഴുകാനുള്ള ദേവസ്വം ബോർഡിന്റെ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു വ്യക്തി അവിടേക്ക് എത്തുമ്പോൾ അത് ആരാണ്, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ. പക്ഷേ ആ പശ്ചാത്തലം ഒന്നും നോക്കാതെ തന്നെയാണ് ഈ സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ നൽകിയത്, സ്പോൺസറായ അയാളെ ഒപ്പം കൂട്ടിയത്. ഇതിലടക്കമാണ് ഇപ്പോൾ ദുരൂഹതകൾ ഉയരുന്നത്. ആ ദുരൂഹതകൾ നീക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്നത്. ഹൈക്കോടതി അടക്കം സമീപിക്കുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അല്പസമയത്തിന് മുൻപ് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും കടുത്ത നടപടികളിലേക്ക് ദേവസ്വം വിജിലൻസ് കടക്കുന്നു. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമായി കോടതിയെ വീണ്ടും സമീപിക്കാനും ഒരുങ്ങുകയാണ് ഈ വിഷയത്തിൽ. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.